നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴ്സണലിനെതിരെ നടന്ന കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിനിടയിലാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ റോഡ്രിക്ക് അതിഗുരുതരമായി പരിക്കേറ്റത്. ACL ഇഞ്ചുറിയാണ് താരത്തിന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ സർജറിക്ക് വിധേയനാവുകയാണ്. അതായത് ഈ സീസണിൽ ഇനി റോഡ്രിക്ക് കളിക്കാൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിക്കും അതുപോലെ തന്നെ സ്പെയിൻ ദേശീയ ടീമിനും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരത്തെയാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒഴിച്ചുകൂടാനാവാത്ത താരമാണ് റോഡ്രി. ഈ വർഷം കേവലം ഒരു മത്സരത്തിൽ മാത്രമാണ് സിറ്റി റോഡ്രി ഉണ്ടായിട്ട് പരാജയപ്പെട്ടിട്ടുള്ളത്. റോഡ്രിയോടൊപ്പം മാഞ്ചസ്റ്റർ സിറ്റി കളിച്ച അവസാനത്തെ 76 മത്സരങ്ങളിൽ കേവലം ഒരു തോൽവി മാത്രമാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. സിറ്റിക്ക് വേണ്ടി ആകെ 174 പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ് റോഡ്രി കളിച്ചിട്ടുള്ളത്. കേവലം 19 മത്സരങ്ങളിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത്. അതായത് റോഡ്രി ഉണ്ടെങ്കിൽ പലപ്പോഴും സിറ്റിക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പകരക്കാരില്ലാത്ത താരമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ആരെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ഉപയോഗപ്പെടുത്തും എന്നത് പരിശീലകനായ പെപ്പിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചോദ്യമാണ്. മാറ്റിയോ കൊവാസിച്ച് ആണ് ഇപ്പോൾ പരിശീലകൻ്റെ മുന്നിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മുൻപ് റയലിന് വേണ്ടിയും ചെൽസിക്ക് വേണ്ടിയും ഒക്കെ കളിച്ചിട്ടുള്ള താരമാണ് മാറ്റിയോ കൊവാസിച്ച്. അതോടൊപ്പം തന്നെ ക്ലബിനകത്ത് മാത്യൂസ് ന്യൂനസ് കൂടിയുണ്ട്. പോർച്ചുഗീസ് താരമായ അദ്ദേഹം മുൻപ് വോൾവ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കാൽവിൻ ഫിലിപ്സ് ഒരു മികച്ച ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ മറ്റൊരു ക്ലബിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ കൊവാസിച്ചിനെ തന്നെയായിരിക്കും പ്രധാനമായും പെപ്പ് ഉപയോഗപ്പെടുത്തുക. അല്ല എന്നുണ്ടെങ്കിൽ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏതെങ്കിലും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സൈൻ ചെയ്യേണ്ടി വന്നേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.